വ്യക്തമാണ്. ആർ ശ്രീജിത്ത് കൂടിയുണ്ട്. ശ്രീജിത്ത്, കോൺഗ്രസിന്റെ വലിയ അനുനയ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയും വി ഡി സതീശൻ അത് വ്യക്തിപരമായ സന്ദർശനമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് ജി സുകുമാരൻ നായർ ഈ വിഷയത്തിൽ 24-നോട് നടത്തിയ പരാമർശം അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഒത്തുതീർപ്പിന് ഒന്നും ആവശ്യമില്ല എന്ന തരത്തിലേക്ക് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് NSS എന്ന് തന്നെയല്ലേ ആ സൂചന? അനുജ, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് സർക്കാരിന് പിന്തുണ നൽകിക്കൊണ്ട് NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്ത് വന്നത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ നിലപാടിൽ തങ്ങൾക്ക് ഇപ്പോഴും മാറ്റമില്ല എന്നാണ് 24 നൽകിയ പ്രതികരണത്തിലും ജി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ആരോടാണ് യോജിക്കേണ്ടതെന്ന കാര്യത്തിൽ NSS കണ്ടെത്തിയ ശരിദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുമായി യോജിച്ചത്, ആഗോള അയ്യപ്പ സംഘവുമായി സഹകരിച്ചത്. ആ നിലപാടിൽ മാറ്റമില്ല. അക്കാര്യത്തിൽ അനുനയത്തിനോ പോകേണ്ട കാര്യം തങ്ങൾക്കില്ല എന്നാണ് ജി സുകുമാരൻ നായർ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങളിലല്ല ഇപ്പോൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത്, മറിച്ച് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് NSS ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായ സഹകരണം എന്ന നിലയിൽ വ്യാഖ്യാനിക്കുന്നത് മാധ്യമങ്ങളും മറ്റ് എതിർ രാഷ്ട്രീയക്കാരുമാണ് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ശബരിമല വിഷയത്തിലും തങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല, അത്തരം വിട്ടുവീഴ്ച ചെയ്യേണ്ട സാഹചര്യമില്ല എന്നാണ് സുകുമാരൻ നായർ പറയാൻ ശ്രമിക്കുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ സഹകരണമാണോ, സർക്കാരിനോടൊരു അനുഭാവപൂർവമായ സമീപനം അടുത്ത കാലത്ത് NSSന് കൂടിയിട്ടില്ലേ തുടങ്ങിയ രാഷ്ട്രീയ സന്ദേഹങ്ങൾ ചർച്ചയാകുന്നുണ്ട്. ഈ രാഷ്ട്രീയ സന്ദേഹങ്ങളുടെ ചുവട് പിടിച്ചാണ് ഔദ്യോഗിക സന്ദർശനത്തിനെങ്കിലും ഈ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഇപ്പോൾ പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് പോകുന്നത്. എന്നാൽ വി ഡി സതീശനാകട്ടെ NSSുമായി അത്തരം ചർച്ചക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന നിലപാട് പരസ്യമായി പറയുന്നു. നേരത്തെ സാമുദായിക നേതൃത്വമായുള്ള സഹകരണം സംബന്ധിച്ച് ഏറ്റവും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ് വി ഡി സതീശൻ. അതുകൊണ്ട് രണ്ട് നിലപാടുകൾ ഇക്കാര്യത്തിൽ UDFിലുണ്ട്, കോൺഗ്രസിലുണ്ട് എന്ന കാര്യം കൂടി ഇതോടൊപ്പം വ്യക്തമാകുന്നുണ്ട്. ഇതിലിപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, രാഷ്ട്രീയ നിലപാട് എന്നുള്ളത് സമദൂരം തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല. പക്ഷെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിലാണ് ശരി ദൂരത്തിലേക്ക് മാറിയത്. ശരി സ്വീകരിച്ചിരിക്കുന്നത് LDF സർക്കാരാണ്, അതുകൊണ്ട് അതിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷെ രാഷ്ട്രീയ നിലപാട് എന്നത് സമദൂരമാണ് എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള നിലപാട് തുടരുമെന്ന് നമുക്കതിനെ വ്യാഖ്യാനിക്കാമോ? അനുജ, ഒരു തരത്തിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ 24 നൽകിയ ഈ പ്രതികരണത്തിലെ ഈ ഭാഗം UDFിന് കോൺഗ്രസിന് ആശ്വാസകരമാണ്. രാഷ്ട്രീയ നിലപാടല്ല ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സ്വീകരിച്ച സഹകരണത്തെ അതിനെ രാഷ്ട്രീയ നിലപാടായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് NSS ജനറൽ സെക്രട്ടറി പറയുന്നത്. അദ്ദേഹം നേരത്തെയും ഈ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ നിലപാട് സമദൂരം തന്നെയാണ്, മറിച്ച് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് NSS സ്വീകരിച്ച നിലപാട് അതിൽ ശരിദൂരമാണ്, സമദൂരത്തിലെ ശരിദൂരം കണ്ടെത്തിയിരിക്കുകയാണ്. അക്കാര്യത്തിൽ തങ്ങളെടുത്ത നിലപാട് പൂർണ്ണമായും ശരിയാണ് എന്ന വിശ്വാസത്തിലാണ് ജി സുകുമാരൻ നായർ നിൽക്കുന്നത്. ആ വിശ്വാസം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലും കൃത്യമായി നമുക്ക് കാണാം. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.